തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിലിവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് ഹോട്ടൽ എലൈറ്റ്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 15 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കൊടുമ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കരിങ്ങരപ്പള്ളി കനാൽ ബസ് സ്റ്റോപ്പ്, ചിറ്റൂർ റോഡ്, പാലക്കാട്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം ജൂലൈ 29, 30 തീയതികളിൽ. ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കൊട്ടക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471 666666. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ പ്രവാചകന്മാരുടെ അടുക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അവരോട് സംസാരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ഉള്ളിലാണ് കർത്താവ് വസിക്കുന്നത്. എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അവനും ഒന്നായിരിക്കുകയാണ്. എന്നിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയത എന്ന് പറയുന്നത്. അതായത് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങളിലൂടെ അവൻ്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിലായിരിക്കുന്നു എന്നത് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനും അവനും ഒന്നായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടമാണ്. എൻ്റെ കൈകളിലൂടെ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സൊല്യൂഷനാണ് അവിടെ ചലിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കർത്താവ് വസിക്കുന്നു, എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും, ഞാനൊരു സാധാരണ വ്യക്തിയല്ല എന്ന ആ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തികളും വരട്ടെ. നമുക്കിന്ന് മെസ്സേജിലേക്ക് പോകാം. അത് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബലപ്പെടുത്തുകയും ക്രിസ്തുവിൽ നടത്തുവാനും കാരണമാകട്ടെ. നമുക്ക് മെസ്സേജ് കേൾക്കാം. പ്രസംഗകർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇഷ്ടമാണ്. വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരും എന്ന് എഴുതിയിരിക്കുന്നത് വരില്ല എന്ന് മനസ്സിലാക്കാനല്ല, അത് ഈ ലോകത്തിലുണ്ട്. അത് എന്നെ അടുക്കൽ വന്ന് എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. ഭയപ്പെടുത്തുന്ന പ്രസംഗം പറയുന്ന ആളെ കേൾക്കരുത്. There is no Christianity without Christ. ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം ഇല്ല. ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. 1000 കൽപ്പനകൾ അനുസരിച്ചിട്ട് പോലും കിട്ടാത്ത നീതി ഇയാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യ ഇടം കൊടുത്തേക്കാൻ തീരുമാനം. ആരെങ്കിലും പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല, നിങ്ങൾ ജനിച്ചതേ ജയാളികളാകാനാണ്. യേശു നിങ്ങളും ഒന്നായാൽ നിങ്ങൾക്ക് കിട്ടാത്ത പരിപാടികളൊന്നുമില്ല, ലഭിക്കാത്തതായിട്ടൊന്നുമില്ല, അനുഭവിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. എല്ലാം സാധ്യമാണ്. ക്രിസ്ത്യാനികളുടെ അകത്ത് വിശ്വാസികളുടെ അകത്തുള്ള ആദ്യ ചിത്രം അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറേണ്ടത്. യേശു ഒരിക്കൽ എന്നെ രക്ഷിക്കും, യേശു ഒരിക്കൽ എന്നെ സഹായിക്കും.
യേശു ഒരിക്കൽ എന്നെ വിടുവിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളിൽ കൂടുതൽ പേരുമെങ്കിൽ നാളുകളായി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്, മാറ്റമില്ലാതെ. യേശു ഒരിക്കൽ എന്നെ വിടുവിക്കും, യേശു ഒരിക്കൽ എന്നെ രക്ഷിക്കും, യേശു എന്നെ സൗഖ്യം, ഒരിക്കൽ എന്നെ സൗഖ്യം. നോ. യേശു ഒരിക്കലല്ല, യേശു ഒരിക്കലായി എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അവൻ എൻ്റെ ഉള്ളിലാണ്, അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോ ദൈവമേ രക്ഷിക്കണേ എന്നല്ല, പ്രശ്നം വരുമ്പോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണമെന്നാ. നിങ്ങൾ എങ്ങനെയാ സാധാരണ പ്രശ്നങ്ങൾ വരുമ്പോ ദൈവമേ എന്നാണോ പറയുക? എൻ്റെ കൂടെ നീ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നതെന്നാണോ? ഏത് രീതിയിലാ ചിന്തിക്കുന്നേ? സത്യം പറ, ഏത് രീതിയിലാ ചിന്തിക്കുന്നത്? ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്ന രീതി ദൈവമേ എന്നെ സഹായിക്കണേ, കൈവിടില്ലെന്നൊക്കെ എനിക്കറിയാം. ദാറ്റ് ഇസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ്. അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ശരിയായ അറിവല്ല. ശരിയായ അറിവ് പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ? അവൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്റെ മുഖത്തില്ല, അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ നശിപ്പിക്കത്തില്ല. കാരണം അവൻ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് വേദപുസ്തകം പറയുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. ദൈവം രക്ഷിക്കുവോ? ദൈവം കൂടെ ഉണ്ടോ? സത്യസന്ധമായി ചോദിച്ചേ. പ്രശ്നം വരുമ്പോൾ ദൈവമേ രക്ഷിക്കണമെന്ന് മേലോട്ട് നോക്കി വിളിക്കത്തില്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നവും. നിങ്ങളൊന്നും വേണ്ടാത്ത പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യും? അയ്യോ എന്നെ കൈ വിടല്ലേ കർത്താവേ എന്നും കൂടെ പറഞ്ഞളയും. ഈ കൈ വിടാനും കൈ പിടിക്കാനൊന്നും ഇല്ല, ആളുള്ളി ഇരിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ഈ പുതിയ നിയമം പഴയ നിയമം എന്നത് രണ്ട് ബൈബിൾ ഭാഗങ്ങളുണ്ട്. ഈ പഴയ നിയമം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നതിനെയാണ് പഴയ നിയമം. പുതിയ നിയമം എന്ന് പറയുന്നത് കൂടെ ഉണ്ടെന്നല്ല, നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നതാണ് പുതിയ നിയമം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും എന്ന് വിചാരിക്കേ. ഭർത്താവിന് ശമ്പളം കിട്ടി, ഭാര്യ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ലേ? അങ്ങനെയുള്ളവർ സദയം ക്ഷമിക്കേ. അല്ല, പൈസ കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവച്ചു, അവൾ ആവശ്യത്തിനെടുത്തു ഞാൻ ആവശ്യത്തിനെടുത്തു എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും അവളുടെയും കൂടെ ആണെന്നുള്ളതിന് തെളിവ്. അതാണ് ശരിയായ അതാണ് വാസ്തവത്തിൽ കുടുംബജീവിതം. അത് ബ്രദർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, അവൾ എന്താ ചെലവാക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ബോധമില്ലാത്ത സഹോദരിമാരെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ അതിൽ ചോദിക്കുക, ജീവാംശത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി വഴക്ക് കൂടുന്ന ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചതാണോ? എന്നാൽ രണ്ട് പിള്ളേരൊക്കെ ഉണ്ടായില്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ ഒരു ഹല്ലേലൂയ പറയാമോ? പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് ദൈവമേ എന്നെ കൈവിടരുത്, ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ സഹായിക്കണേ. അതിൻ്റെ അർത്ഥം ദൈവം അവരുടെ കൂടെ ഉള്ളത്, അവരുടെ ഉള്ളിൽ വസിക്കുന്നത് അവരറിയുന്നതേ ഇല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവനോടെ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തീയത? ക്രിസ്തീയത എന്ന് പറയുന്നത് എന്തുവാ? യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയതയെക്കുറിച്ച് നമ്മളെ വിചാരിച്ചത് എങ്ങനെയെന്നറിയോ? മനങ്ങ് വന്നിട്ട് വെള്ളം കുപ്പി അവിടെ വേ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇത് യേശുവാണ്. കണ്ട യേശുവിൻ്റെ ലുക്കില്ലേ? ഓക്കെ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യേശുവേ എന്നെ സഹായിക്കണേ എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തീയത. അപ്പോൾ യേശു വന്നിട്ട് എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് മോനെ ഞാൻ നിന്നെ നടത്തിക്കോളാം എന്ന് പറയും. അങ്ങനൊരു കൺസെപ്റ്റാണ് ക്രിസ്ത്യാനികളുടെ അകത്തുള്ളത്. തെറ്റാണ്. അടുത്തിരിക്കുന്നവരോട് പോലെ തെറ്റാണ്. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിച്ച ദിവസം നടന്നത് ഈ യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നു വസിച്ചതാണ്. അവൻ ജീവിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട്
എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ കൂടെ പ്രവർത്തിക്കുന്നതിനെ എന്ത് വിളിക്കുന്നത്? ക്രിസ്തീയത എന്ന് പറയുന്നത്. അല്ല, മറ്റേത് നമ്മൾ പറയുന്നത് എന്തുവാ? അത് ക്രിസ്തീയതയല്ല. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്നതിന്റെയും ഉള്ളിൽ വസിക്കുന്നതിന്റെയും വ്യത്യാസം അറിയാവോ? ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ഇതൊന്ന് മനസ്സിലായാൽ എന്ത് പ്രശ്നത്തിന് നടുവിൽ നെഞ്ചു നിർത്തി വയ്ക്കുക, ആരടാ എന്നെ തൊടുന്നേ? യേശു പറഞ്ഞൊരു മനോഹര ഉദാഹരണമുണ്ട്. യേശു പറഞ്ഞൊരു മനോഹര ഉദാഹരണം. മോനെ വന്നിട്ട് നീ ആ ഗ്ലാസ്സോടെ പോവാ. ആ ഗ്ലാസ് ഈ കൈ പിടി, അങ്ങനെ പിടിക്കുക, ഇതിൻ്റെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, കൈ പൊക്ക. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആരാണ്? ശാഖകളാണ്. മുന്തിരിവള്ളിയും ശാഖയും കാണിക്കുക. ഇവിടെ മുന്തിരിവള്ളി ഇരിപ്പുണ്ടോ? ഇല്ല. ഇത് ശാഖയായിക്കോട്ടെ, ഓക്കെ, നല്ല കാര്യം. ഇത് മുന്തിരിവള്ളി, ഇത് ശാഖ. ശാഖയിലാണ് കായ ഉണ്ടാവുന്നത് അല്ലേ? അതോ മുന്തിരിവള്ളിയിലാണോ കായ ഉണ്ടാവുന്നത്? എനിക്ക് തോന്നുന്നു പാലക്കാട്, തൃശ്ശൂരൊക്കെ മുന്തിരിവള്ളിയിലാണ് കായ ഉണ്ടാവുന്നത്. എവിടെ? ശാഖയിലാണ് കായ ഉണ്ടാവുന്നത്. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞതറിയൂ, നിങ്ങൾക്ക് എന്നെ കൂടാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിട്ടാണ് കാണുന്നത്. അല്ല, യേശു പറഞ്ഞു, നമ്മൾ രണ്ടും ഒന്നാണ്. എന്നിലൂടെ വരുന്ന ജീവരസമാണ് നിങ്ങളിൽ കായുണ്ടാക്കുന്നത്. നാട്ടുമാവ് വെച്ച കാട്ടുമാങ്ങ ഉണ്ടാവുമോ? എന്തുണ്ടാകാതെ? ഉണ്ടായിക്കൂടെ? എന്താ നിങ്ങളൊന്നും വേണ്ടാത്ത? അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ കാരണം എന്താ? ചെടിയുടെ സ്വഭാവമാണ് കൊമ്പിൽ വെളിപ്പെടുന്നത്. ആരുടെ സ്വഭാവം വെളിപ്പെടുന്നത്? ചെടി എന്താണോ അത് കൊമ്പ് കാണിക്കും. ചെടിക്ക് ക്വാളിറ്റി കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൊമ്പിനാണ് ചെടിയുടെ ക്വാളിറ്റി കാണിക്കാനായി കഴിയുന്നത്. ഫലം കൊണ്ടാണ് നീ ആരോടൊപ്പമാണെന്ന് അറിയുന്നത്. ഗുണം കൊണ്ടാണ് നീ ആരോടൊപ്പമാണെന്ന് അറിയുന്നത്. കുറച്ചു നേരം കൊണ്ടൊന്ന് വിശദീകരിക്കാം. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ ആരാണ്? ശാഖകളാണ്. ആരാണ്? ശാഖയിലാണ് എന്ത് ഉണ്ടാകുന്നത്? ഫലം ഉണ്ടാകാൻ ശാഖ എന്താ ചെയ്യാറുള്ളത് പറയാവോ? ഇങ്ങനെ മുക്കു വരുന്നിട്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇരുന്ന് മുക്കിയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? പറ. ശാഖയിൽ എങ്ങനെ കാ ഉണ്ടാവുന്ന? പറ. പൂവുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ ഇവിടെ കൊണ്ടങ്ങ് വെട്ടുകയാണ്, പൂവുണ്ടാവുമോ? അതെന്താ പൂവുണ്ടാവത്തെ? ഇതിന് തനി ഉണ്ടായിക്കൂടെ? എനിക്ക് പൂവുണ്ടാവണം, പക്ഷെ എനിക്ക് ഈ കക്ഷിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുമോ? അതെന്താ പറ്റാത്തെ? ഈ ചെടി വലിച്ചെടുക്കുന്ന വെള്ളമാണ്, ജീവനാണ് ഇതിലൂടെ വെളിപ്പെട്ട് വരുന്നത് എന്ന് പറഞ്ഞ ഈ ചെടിയുടെ ജീവനാണ് നാളെ കായായിട്ട് വെളിപ്പെടുന്നത്, പൂവായി വെളിപ്പെടുന്നത്. കാണല്ല എന്ന് പറഞ്ഞ ചെടിയോട് ചേർന്ന് നിൽക്കാതെ പുള്ളിക്ക് ജീവനില്ല, ഫായ്കളില്ല, കലങ്ങളില്ല, പൂക്കളില്ല, ഇലയില്ല, കൂമ്പില്ല, വളരില്ല, കലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളായിരിക്കും കൂടെ നിന്നോ. എപ്പോഴാണ് ഫലം കൊടുക്കാൻ തുടങ്ങുന്നത്? ഉറക്കെ പറ. എന്ന് പറഞ്ഞാൽ ഈ കൊമ്പും ഈ ശാഖയും തമ്മിൽ, ശാഖയും ഈ ചെടിയും തമ്മിൽ ഒന്നായിരിക്കുമ്പോഴാണ് ഫലം ഉണ്ടായി വരുന്നത്. എല്ലാവരും പറഞ്ഞേ, ശാഖയും കൊമ്പും ഒന്നായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫലം കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും അത് മുറിഞ്ഞു പോയാൽ പരിപാടി നടക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാണ് ക്രിസ്തീയ സങ്കല്പം, ഇതാണ് ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് എന്ത് നടക്കും? യേശു പുറത്ത് വന്നിട്ട് ഇനി മുതൽ ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം എന്ന് പറയും. അല്ല, അല്ല. ഇന്നു മുതൽ ഞാൻ നിന്റെ ഒപ്പം നടന്നോളാം. അല്ല. യേശു പറഞ്ഞത്, ഞാൻ നിന്റെ ഉള്ളിൽ വാസം ചെയ്യാം.
എന്ന് പറഞ്ഞ ഇന്ന് മുതൽ നീ നടക്കുമ്പോൾ ഞാനും കൂടെ കൂടെ നടന്നോളാം. നീ നിന്ന ഞാൻ നിൽക്കും, നീ പോയാൽ ഞാൻ പോകും, നീ തുറന്നാൽ ഞാൻ തുറക്കും, നീ നീട്ടിയാൽ ഞാൻ കൈ നീട്ടും. അതാണ് യേശു പറഞ്ഞത്. ഈ വ്യത്യാസം മനസ്സിലാവുന്നോ? നിങ്ങൾ എങ്ങനെ യേശുവിനെ കാണുന്നത്? യേശു കൂടെ വരുന്ന ഒരാളെ പോലെയാണോ കാണുന്നത്, അതോ ഉള്ളിലുള്ള ഒരാളെ പോലെയാണോ കാണുന്നത്? കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുക രാവിലെ. നിങ്ങൾ എങ്ങനെയാ കാണുന്നേ? പറ. ആരോ ഒരാൾ കൂടെ നടക്കുന്നതായിട്ട് അങ്ങ് കാണുക, യേശു കൂടെ ഉണ്ട്, വലതേ അടുത്ത് ഏത് വർഷം വേണ്ടി നിർത്തിക്കോ. അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് തെറ്റായ ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ എന്തും കൂടെ ചിന്തിക്കണം. ആദ്യത്തെ പ്രയോറിറ്റി യേശു എൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. യേശുവിൻ്റെ മുമ്പിലുണ്ട്, യേശുവിൻ്റെ പുറകിലുണ്ട്, യേശുവിൻ്റെ മുമ്പിലുണ്ട്, യേശുവിൻ്റെ മേളിലുണ്ട്, യേശുവിൻ്റെ താഴെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ യേശു വന്ന് വാസം ചെയ്തു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ബൈബിൾ പറയുന്നൊരു വാചകം നിങ്ങൾക്ക് വായിച്ചാൽ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാകും. 1 യോഹന്നാൻ 4:15 വാക്യം. 1 യോഹന്നാൻ 4:15 വാക്യം. 1 യോഹന്നാൻ 4:15 വാക്യം. വേഗത്തിൽ. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ, യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ, സ്വീകരിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ ഇംഗ്ലീഷ് ബൈബിളും അല്ലെങ്കിൽ മറ്റു ട്രാൻസ്ലേഷൻ നോക്കിയാൽ അറിയാം. സ്വീകരിക്കുക, സ്വീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റുപറയുക എന്നർത്ഥം. സ്വീകരിക്കുക എന്നല്ല, സ്വീകാരം എന്ന് എഴുതിയിരിക്കുന്നത് വേറൊരർത്ഥ വാക്കാണ്. ആ വാക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. യേശുവിനെ ആരെങ്കിലും യേശുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ, അടുത്ത വാചകം ഒന്ന് വായിക്കാം. ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഒരു വാചകം വിട്ടുപോയി അവനെ. ദൈവം അവനിലും അവൻ ദൈവത്തിലും വസിക്കുന്നു. അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചേ. ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അവൻ ആദ്യത്തെ ആ വരികൾ വിട്ടുപോയി. അതിനകത്ത് ഒരുമിച്ച് വായിക്കേ. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ, ആ വാചകം പറഞ്ഞില്ലേ അടുത്ത വാചകം കിട്ടത്തില്ല. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും എന്ന് പറഞ്ഞ അവനിൽ ദൈവവും ദൈവത്തിൽ അവനും വസിക്കുന്നു. പക്ഷെ എന്നാ ബ്യൂട്ടിഫുൾ ആയ കാര്യം അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ദൈവത്തെ നോക്കിയിട്ട് ദൈവമേ എൻ്റെ അടുക്ക വരണേന്ന് പറയണ്ട, ദൈവമേ എൻ്റെ കൈ പിടിച്ചോളണേന്ന് പറയണ്ട, ദൈവമേ എന്നെ സഹായിക്കണേന്ന് പറയണ്ട. കാരണം ആള് നമ്മുടെ ഉള്ളിൽ വസിക്കുവോ? ഒരു ഹല്ലേലൂയ പറയാത്തത്. ഒന്നും കൂടെ പറഞ്ഞ് ഞാനെന്ന് പറയണ്ടെന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ കൈ പിടിച്ചോളണേ എന്ന് പറയണ്ട. അത് പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുവോ? കാരണം മുഴുവൻ തലയിൽ അതല്ലേ ഇരിക്കുന്നേ. ഇത്രയും കൊല്ലം തലയിരിക്കുന്ന മുഴുവൻ എന്തുവാ? കൈ പിടിച്ചോളണേ, കാല് പിടിച്ചോളണേ, പിടിച്ചോളണേ, വീഴാതെ നോക്കിക്കോളണേ, ഇതല്ലേ പറയുന്നേ. അപ്പൊ ക്രിസ്തീയ സങ്കല്പത്തിന്റെ പ്രത്യേകത എന്തോ? യേശു നമ്മളിൽ വിശ്വസിച്ച നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലാണ്. ഇനി മുതൽ നിങ്ങൾ വീഴത്തില്ല. ഹല്ലേലൂയ. വീഴാതെ വണ്ണം കൈ പിടിക്കണ്ട, കാരണം ഉള്ളിൽ യേശു വസിക്കുക. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുക എന്നത് അവൻ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രയാസമാണോ മനസ്സിലാക്കാൻ പ്രയാസമാണോ? അതോ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ കരവേർന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് കേൾക്കുമ്പോൾ, വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ വരുമെന്നും കേൾക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അത് നിങ്ങളെ തൊടുമെന്നല്ല പറഞ്ഞേ, അത് നിങ്ങളെ അവസാനിപ്പിക്കുമെന്നല്ല പറഞ്ഞേ, അത് നിന്നെ നശിപ്പിക്കുമെന്നുമല്ല ദൈവം പറഞ്ഞേ. അതിന് നടുവിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാം, അതൊക്കെ വരുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ അത് തൊടത്തില്ല. അതിൻ്റെ നടുവിൽ സക്സസ് ആയി ജീവിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം അവിടെ എനിക്ക് വിജയകരമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. പകരം നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ വളരെ പ്രയാസമുള്ള സംഭവങ്ങൾ വരുമ്പോൾ ജീവിച്ച ആളുകളെ കുറിച്ചാണ് ഇത് മുഴുവൻ എഴുതിയിട്ടുള്ളത്. വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ആളുകളെ നടത്തിയ രീതിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങളെയും അങ്ങനെ ദൈവം പരിപാലിക്കാൻ വിശ്വസ്തനെന്ന് മനസ്സിലാക്കി തരേണ്ടതിനാണ് നിങ്ങളെ വഴി നടത്തുന്നത്. എന്നെ നാട്ടൊലിവിനോടുകൂടെ ചേർത്ത് വെച്ച് എന്നാണ് ദൈവജനം പറയുന്നത്. അതായത് കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവിനോടുകൂടെ ചേർത്ത് വെച്ചു. ഇനി ഞാൻ കായ്ക്കുന്നത് നാട്ടൊലിവിൻ്റെ ഫലങ്ങളാണ് കായ്ക്കുന്നത്. അത്
അതായത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ എപ്പോൾ ചേർക്കപ്പെട്ടോ അപ്പോൾ എന്നിൽ വെളിപ്പെടുന്ന ഫലം എന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെ ഫലമാണ്. പഴയത് എന്നിൽ വെളിപ്പെടത്തില്ല, ഞാൻ അതിൽ നിന്ന് മാറി ഞാൻ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് കർത്താവുമായിട്ടാണ്. നിങ്ങളിലുണ്ടാകുന്ന ഫലവും ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ്, നീതിയുടെ ഫലങ്ങളാണ് നിങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നത്. കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ അമ്മയുടെ പേര് സോഫി എന്നാണ്. ഈ അമ്മയ്ക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് മകൻ്റെ ജീവിതത്തിൽ വിവാഹ തടസ്സങ്ങൾ പലതുണ്ടായിരുന്നു. വളരെയേറെ പ്രയാസത്തോടെയാണ് ഈ അമ്മ നമ്മുടെ പ്രോഗ്രാം കാണുകയും നമ്മുടെ മീറ്റിങ്ങിൽ വന്നുകൊണ്ടേയും ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഈ അമ്മ നമ്മുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. അതിൻ്റെ ഫലിതമായി സംഭവിച്ചത് ആ വിവാഹത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടന്നു. ആ മകന്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഈ അമ്മയ്ക്ക് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു. മോന്റെ വിവാഹം നല്ലതാണ്. അച്ഛൻ പള്ളിയിൽ സമ്മതിക്കുകയില്ലായിരുന്നു വിവാഹം നടക്കാൻ. ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവിന് ഞാൻ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. അപ്പുറത്തെ മുറിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കത്തില്ല, കേൾക്കുകയില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ നീ എപ്പോഴാ പറഞ്ഞതെന്ന് എന്നോട് ചോദിക്കും. ഇങ്ങനത്തെ അവസ്ഥ വലിയ പ്രശ്നമോ? പക്ഷെ ഇന്ന് അതൊരു തീരുവാ, കർത്താവിന്റെ കൃപയാൽ തീരുവാ. അമ്മേ, അടുത്ത മീറ്റിങ്ങിന് വന്ന് സാക്ഷ്യം പറയണം. 6 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു വിവാഹം കഴിച്ചിട്ട്. അവിടെ പപ്പായുടെ അനിയൻ 10 വർഷം മുമ്പ് വിവാഹം കഴിച്ചാൽ അവർക്ക് മക്കളില്ല. ഇപ്പം അതിന് സഹോദരി ഒരാളുണ്ട്, അവളെ കിട്ടിച്ചിട്ട് അവർക്ക് മക്കളില്ല. ഇപ്പോൾ ആ 3 സഹോദരങ്ങൾ കൂടി ഒരു കൊച്ചു മാത്രമേ ആ വീട്ടിലുണ്ട്. ഞാൻ അവന് വിശ്വാസമില്ലാത്തതുകൊണ്ടെങ്കിൽ ഒരു പ്രാവശ്യം 2020 അവസാനം ഞാൻ അവരെ 2 പേരെയും കൂട്ടി എൻ്റെ മോളെയും കൂട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ബ്രദർ അവിടെ വയറെ തൊട്ട് പറഞ്ഞു, എൻ്റെ വയറ്റിലൊരു പ്രശ്നമുണ്ടല്ലോ, അതിപ്പോൾ മാറ്റട്ടെ എന്ന് ചോദിച്ചു. മാറ്റാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടതാണ്. ഈ ഒരു കുഞ്ഞ് മാത്രം 3 പേർക്ക് വീട്ടിൽ കൊച്ചുങ്ങളില്ല. പക്ഷെ ഇവർക്ക് തലമുറ 2020 കർത്താവ് കൊടുത്തതാ. ഇപ്പൊ ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാ. അത് സന്തോഷമുള്ള കാര്യമോ അല്ലെ? ഒരു നല്ല ആമേൻ കൈ അടിച്ചിട്ട് പറഞ്ഞേ, ഈ ഫാമിലിക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അപ്പച്ച ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പച്ചന്റെ പേരെന്തുവാ? ദേവി. വിളിച്ചേ. കുറച്ചും കൂടെ മെല്ലെ വിളിക്കോ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല. ഇത് മാത്രമല്ല കേട്ടോ, പപ്പായുടെ പപ്പായ്ക്കും ചെവി കേൾക്കുകയല്ലായിരുന്നു. 10-60 വയസ്സ് കഴിഞ്ഞ പിന്നെ ഇതങ്ങനെ കേൾക്കണ്ടല്ലോ. നമ്മുടെ കർത്താവിലേക്ക് വരുന്നവർക്ക് എന്തിനാ അനർത്ഥം? എന്തിനാ ഒന്ന് ചേർന്ന് കൈയടിക്കാത്ത എന്താ? അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ബോണസ് ആയിട്ട് നട്ടിലും കൂടെ സൗഖ്യമാവട്ടെ. ചെവി തുറന്നു, പൈൽസിന്റെ മേൽ ദൈവം സ്പർശിച്ചു എങ്കിൽ ഈ നട്ടലും കൂടെ അങ്ങ് ശരിയാവട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി അപ്പ, അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി അപ്പ, അങ്ങയുടെ അത്ഭുത കരത്തിന് സ്തോത്രം. സൂപ്പർ നാച്ചുറലായി നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇതിന് തല കുനിഞ്ഞ് ഇരിക്കാനൊക്കെ പറ്റുമോ? ഇങ്ങനെ നേരത്തെ തൊടാൻ പറ്റുമായിരുന്നു? വേന ഉണ്ടായിരുന്നു? അപ്പച്ചൻ തൊട്ടെ. വേന വല്ലതും വരുന്നു നോക്കിക്കേ. ഇല്ല. അപ്പച്ച ഒരു മാസം നന്നായി ജോലി ചെയ്യേ. അതിന്റെ എന്താ സംഭവിച്ചത് എന്നോടൊന്ന് പറ. TV പ്രേക്ഷക സംഗമം കണ്ണൂർ ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ തളാപ്പ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ജൂലൈ 8 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയം ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർ ബ്രിഡ്ജിന് സമീപം. ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി അതിൽ വസിക്കുന്നുണ്ട്, അതിൽ ചലിക്കുന്നുണ്ട്. അത് നമ്മളിലും നമ്മുടെ ജീവിതത്തിലുമായിരിക്കുന്ന ആ സാഹചര്യങ്ങളിലേക്ക് അതിനെ റിസീവ് ചെയ്താട്ടെ. ആരെങ്കിലും രോഗത്തോടെയോ ഭാരത്തോടെയോ ആണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ആ സൗഖ്യത്തെ റിസീവ് ചെയ്യാം, ആ അനുഭവത്തെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെയും
ഓരോ പ്രാവശ്യവും ദൈവജനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഐ മീൻ, എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് അതിൽ ഞങ്ങൾ ആകണമെന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും പക്ഷേ അതിലായിരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കർത്താവെ ദൈവജനം ഞങ്ങൾക്ക് കൊണ്ടുവന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അത് കാണട്ടെ അപ്പാ, അത് അനുഭവിക്കട്ടെ കർത്താവെ. ഞങ്ങളിൽ വസിക്കുന്നത് എന്താണെന്ന്, ഞാൻ എങ്ങനെയാണ് ആയിരിക്കുന്നത്, എന്നിലെ കുറവല്ല നോക്കേണ്ടത്, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഫലം എന്ന് പറയുന്നത് അവനോട് ചേർന്നിട്ടുള്ള ഫലമാണ്. കർത്താവെ, എല്ലാ ആകുല ചിന്തകളും മാറിപ്പോകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, എല്ലാ ആകുല ചിന്തകളും മാറിപ്പോകട്ടെ അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം, ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും വളരെ ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി. ഐ മീൻ, ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ ഇന്ന് ആ വ്യക്തിയെ കർത്താവ് വിടുവിക്കുന്നത് കാണാം. ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് അനാവശ്യ ടെൻഷനുകൾ, ഐ മീൻ, എല്ലാം നീങ്ങിപ്പോവുക. കർത്താവ് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു വലിയ സ്വസ്ഥതയെ കൊടുക്കുക, ഒരു സമാധാനത്തെ കൊടുക്കുക. ഭയത്തിൻ്റെ ചിന്തകൾ ആ വ്യക്തിയിൽ നിന്ന് നീങ്ങിപ്പോവുക. കർത്താവെ, അവിടുന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ, അവിടുന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ, അവിടുന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ മീൻ, എനിക്കൊരു വ്യക്തിയുടെ കഴുത്തിൽ സ്കിന്ന് ഇളകി വീഴുന്ന, അടന്ന് വീഴുന്ന ഒരു പ്രയാസം. അത് അഴുകുക പോലെയല്ല, ഒരു മുറിവ് വന്ന് അടന്ന് വീഴുന്നത് പോലെ. ഐ മീൻ, സ്കിന്ന് അടന്ന് വീഴുന്ന, തൊലി പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ കാണാം. കർത്താവെ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു, വിടുതലിനായി നന്ദി പറയുന്നു കർത്താവെ. സൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പാ, വിടുതലിനായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. കർത്താവെ, ഈ വീടുകളിൽ നിന്ന് ഭാരം മാറിപ്പോകണമപ്പാ, വേദനയുടെ അനുഭവങ്ങൾ മാറിപ്പോകണമപ്പാ. അതിന് പകരം സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ഓരോ ദിവസവും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.